കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 30. നമ്മൾ ശ്ലോകം 20 ചെയ്തത്. അതായത് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഇല്ലാതെയായി തുടങ്ങിയപ്പോൾ പിന്നെ അവർ ഈ ഇരുമ്പ് ഒലയ്ക്ക രാഗിപ്പൊടിച്ച് അത് കരക്കണഞ്ഞുണ്ടായ ഈ വളരെ മൂർച്ചയുള്ള ഏരകപ്പുല്ലുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. ഇനി 21 വായിക്കാം. താ വജ്രകൽപ ഹ്യഭവൻ പരിഖാ മുഷ്ടിനാ ഭൃതാ ജഘ്നുർദ്വിഷസ്തൈ കൃഷ്ണേന വാര്യമാണാസ്തു തം ച തേ. 21. താഹ ആ ഏരകപ്പുല്ലുകൾ മുഷ്ടിനാഭൃത കയ്യിൽ എടുക്കപ്പെട്ടപ്പോൾ, അത് കയ്യിൽ പിടിച്ചപ്പോഴേ, വജ്രകൽപ്പാഹ പരിഖാഹി വജ്രായുധം പോലെ ആയിത്തീർന്നു. അത് അത്ര പിന്നെ മൂർച്ചയും ശക്തിയും നല്ല കുറച്ച് കട്ടിയുണ്ടതുകൊണ്ട് ആ ഭവൻ ഭവിച്ചു. തേ അവർ തൈഹി ആ ഉലയ്ക്ക പോലുള്ള പിന്നെ പരിഖം പോലെ, അതായത് ഒലയ്ക്കയോ അല്ലെങ്കിൽ പരിഖം പോലെയുള്ള ആ അത്ര കട്ടിയുണ്ടതുകൊണ്ട് പുല്ലിനെയും ആ ഒലയ്ക്ക പോലെയെന്നോ പരിഖം പോലെയുള്ള ആ പുല്ലുകളാൽ ദ്വിഷഹ ജഘ്ന ശത്രുക്കളെ അടിച്ച് തകർത്തു. കൃഷ്ണേ വാര്യമാണാഹി ഈ ശ്രീകൃഷ്ണനാൽ തടുക്കപ്പെട്ടപ്പോൾ തം ച അവരെയും തല്ലി. അപ്പോൾ കൃഷ്ണൻ അരുത പറയുമ്പോൾ കൃഷ്ണനെയും കൂടിയും തല്ലാൻ വരിക. അതാണ് അതിൽ പറഞ്ഞത്. എന്താ പറയുക, ഈ പരസ്പരം പിന്നെ വിവേകം നശിച്ചവരായിട്ട് പരസ്പരം ശത്രുക്കളായിത്തീർന്ന ആ യാദവന്മാർ ഈ ഏരകപ്പുല്ലുകൾ കൊണ്ട് വജ്രായുധം പോലെ മൂർച്ചയും കട്ടിയും ഉള്ള പരിഖം പോലെ കട്ടിയുള്ള വില്ലുകൊണ്ട് അങ്ങടും ഇങ്ങടും പിന്നെ തമ്മിൽ കൊന്നു. കൃഷ്ണൻ അത് തടുക്കാൻ ഭാവിച്ചപ്പോൾ ഭഗവാനെയും അതുകൊണ്ട് അടിച്ചു എന്ന്. കഷ്ടം ആലോചിച്ച് നോക്കൂ. ഭഗവാനാണെന്നുള്ള അവരെ എല്ലാ ആപത്തു നിന്ന് കൃഷ്ണനാണെന്ന് പോലും മറന്നിട്ട് കൃഷ്ണനെ അടിച്ചു. താ വജ്രകൽപാഹ്യഭവൻ പരിഹ മുഷ്ടിനാ ഭൃതാ ജഘ്നുർദ്വിഷസ്തൈ കൃഷ്ണേന വാര്യമാണാസ്തു തം ച തേ. അതാ കഷ്ടേ. കൃഷ്ണൻ തടുക്കാൻ ചെന്നപ്പോൾ കൃഷ്ണനെയും അതുകൊണ്ട് അടിക്കാൻ തുടങ്ങി. 22. പ്രത്യനീകം മന്യമാനാ ബലഭദ്രം ച മോഹിതാഃ ഹന്തും കൃതധിയോ രാജന്നാപന്നോ ആതതായിനഃ. 22. രാജൻ, ഹേ പരീക്ഷിത മഹാരാജാവേ, മോഹിതാഹ മായയിൽ മയങ്ങിപ്പോയ അവർ ബലഭദ്രം ച ബലരാമനെയും പ്രത്യനീകം മന്യമാന ശത്രു എന്ന് വിചാരിച്ചു തന്നെ വിചാരിച്ചുകൊണ്ട് ശത്രുവാണ് ബലരാമനെന്ന് വിചാരിച്ചുകൊണ്ട് ഹന്തും കൃതധിയ കൊല്ലുവാൻ ഓങ്ങിയിട്ട് അല്ലെങ്കിൽ ആഞ്ഞിട്ട് ആതതായിനഹ അതിനായി ആയുധങ്ങളെ കൈകൾ ധരിച്ചുകൊണ്ട് ആപന്നാഹ യുദ്ധം ചെയ്യാൻ അരികിൽ വന്നു. പിന്നെ ബലരാമൻ്റെ നേരെയും ആഞ്ഞു ചെന്നു. എന്ത് ആയുധങ്ങളും കൊണ്ട് കൊല്ലാൻ റെഡിയായിട്ട് ബലരാമൻ അവരുടെ ശത്രുക്കളാണെന്ന് ധരിച്ച് ബലരാമൻ്റെ നേരെയും ആയുധങ്ങൾ ഈ ഏരകപ്പുല്ലുകളെടുത്ത് ബലരാമനെ കൊല്ലാൻ മുമ്പിലേക്ക് ആഞ്ഞു. പ്രത്യനീകം മന്യമാന, അതായത് പ്രത്യനീകം മന്യമാന വെച്ചാൽ എന്താ, ശത്രുവാണെന്ന് വിചാരിച്ചിട്ടേ ബലഭദ്രം ച മോഹിതാഹ എന്തുകൊണ്ട് മായാമോഹിതരായിട്ട് ഹന്തും കൃതധിയോ ഹന്തും ച കൊല്ലാനായിട്ട് കൃതധിയോ രാജൻ ആപന്ന ആതതായിനന്മാർ ബലരാമനെയും കൊല്ലാൻ അടുത്തു. അഥ താവപി സംക്രുദ്ധ ഉദ്യമ്യ ഗുരുനന്ദന ഏരകാമുഷ്ടിപരിഖൗ ചരന്തൗ ജഘ്നധുർയുധി. 23. കുരുനന്ദന, ഹേ പരീക്ഷിത്തെ, അഥ അപ്പോൾ തൗ അഭി ആ രണ്ടുപേരും കൂടി ക്രുദ്ധൗ വളരെ ദേഷ്യത്തോടെ ഏരകാമുഷ്ടിപരിഖൗ ആ ഏരകപ്പുല്ല് എന്ന ഇതിൽ പിടിച്ച് ഇരുമ്പുലയ്ക്ക എന്ന പോലെ ഉദ്യമ്യ ഉയരത്തിൽ തൂക്കിക്കൊണ്ട് അതിനെ ഉയർത്തിയിട്ട് യുധി ചരന്തോ യുദ്ധത്തിൽ വ്യാപൃതരായി ജഘ്നതു തമ്മിൽ തല്ലിന്ന്. എന്താ പറഞ്ഞ, അപ്പോൾ പിന്നെ ഹേ പരീക്ഷിത മഹാരാജാവേ, ആ ബലരാമനും കൃഷ്ണനും കൂടി ക്രുദ്ധിച്ച പോലെ, ഭഗവാൻ എന്താണ് ക്രോധം തന്നെ അറിയാത്ത ആളാണ്. പക്ഷേ ബലരാമനും പിന്നെ എന്താ പറയുക, കൃഷ്ണനും കൂടിയും
ക്രോധം അഭിനയിച്ചിട്ട് ആ ഏരകം എന്ന ആയുധത്തെ എടുത്ത് ഈ ഇരുമ്പൊലക്കെടുത്ത് പോലെ യുദ്ധക്കളത്തിൽ ഓടി നടന്ന് പലരെയും കൊന്നു. ആരെ? ഭഗവാനും ബലരാമനും തന്നെ പലരെയും കൊന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ആ ഒരു ഭഗവാന്റെ സങ്കല്പം അല്ലേ? കൃഷ്ണനും ബലഭദ്രനൊക്കെ തടയാൻ നോക്കിയിട്ടും അവർ കൂട്ടാക്കിയില്ലേ പറഞ്ഞില്ലേ? അപ്പോൾ അവരും അങ്കിടും ഈ ഏരകപ്പുല്ല് ഉപയോഗിച്ചിട്ട് അടിച്ച് പലരെയും കൊന്നു. കൃഷ്ണൻ്റെ മായാമോഹിതരായിട്ടുള്ള യദുക്കൾ ഇങ്ങനെ ചത്തു വീണു എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും മൃഗങ്ങളെ പോലെ. കൃഷ്ണനും ബലരാമനും കൂടിയും ക്രോധം നടിച്ചിട്ട് അവരെ കൊന്നു കുറേ ആൾക്കാരെ. അഥ താവതി സംക്രുദ്ധ ഉദ്യമ്യ കുരുനന്ദന ഏകരകാമുഷ്ടി പരികൗ ചരന്തൗ ജഗ്നദുര്യതി. അങ്ങനെ പലരെയും കൊന്നുകൊണ്ട് നടന്നു ബലരാമനും കൃഷ്ണനും. ഇനി 24 വായിക്കാം. ബ്രഹ്മശാപോപസൃഷ്ടാനാം കൃഷ്ണമായാവൃതാത്മനാം സ്പർദ്ധാക്രോധക്ഷയം നിന്നെ വൈണമോഗ്നിർയഥാ വനം. എങ്ങനെയാണ് എന്താ പറയണറിയോ? ബ്രഹ്മശാപോപസൃഷ്ടാനാം, ഈ ബ്രാഹ്മണ ശാപത്താൽ എന്താ പറയുക, നിർഭാഗ്യം വന്നവരും കൃഷ്ണമായാവൃതാത്മനാം, ശ്രീകൃഷ്ണമായയാൽ മോഹിക്കപ്പെട്ട മനസ്സോടു കൂടിയവരും സ്പർദ്ധാക്രോധ, സ്പർദ്ധ കൊണ്ടും ദേഷ്യം കൊണ്ടും വൈരം കൊണ്ടും ദേഷ്യം കൊണ്ടും വൈഷ്ണവ അഗ്നി, അതായത് മുളയിൽ നിന്നുണ്ടാവുന്ന അഗ്നി പോലെ. മുളങ്കാട് കത്തിയ എങ്ങനെയാണ്? ആ കാട് മുഴുവൻ കത്തി നശിക്കില്ലേ? അതുപോലെ മുളയിൽ നിന്നുണ്ടാകുന്ന അഗ്നി പോലെ, വനം യഥ, വനത്തെ നശിപ്പിക്കുന്ന പോലെ ക്ഷയം നിന്നെ, യാദവന്മാരെ മുഴുവൻ കൊന്നൊടുക്കി. എന്താണ് ഇങ്ങനെ ഈ ബ്രഹ്മശാപം സത്യമാക്കാൻ ആയിക്കൊണ്ടെന്ന വണ്ണം ബ്രഹ്മശാപത്താൽ ബാധിച്ചവരും അല്ലെങ്കിൽ ബ്രഹ്മശാപത്താൽ നിർഭാഗ്യവാന്മാരായിത്തീർന്നവരും അങ്ങയുടെ മായയാൽ അങ്ങേയറ്റം മോഹിതരുമായിട്ടുള്ള ഈ യാദവന്മാരെ പരസ്പരമുള്ള ദേഷ്യം കൊണ്ടും വൈരം കൊണ്ടും ഒരു കാട്ടുതീയെ ഒരു മുളയെന്ന് ഉണ്ടായിട്ടുള്ള കാട്ടുതീ ഒരു വനത്തിനെ മുഴുവൻ എങ്ങനെ വേഗം ദഹിച്ച് നശിപ്പിക്കുന്നുവോ അതുപോലെ കുലത്തെ മുഴുവൻ നശിപ്പിച്ചു. ബ്രഹ്മശാപോപസൃഷ്ടാനാം കൃഷ്ണമായാവൃതാത്മനാം സ്പർദ്ധാക്രോധക്ഷയം നിന്നെ വൈഷ്ണവോഗ്നിർ യഥാ വനം. വനത്തിനെ അഗ്നി ദഹിപ്പിക്കണ പോലെ. എന്തുകൊണ്ട്? ക്രോധാഗ്നി കൊണ്ടും വൈരാഗ്നി കൊണ്ടും പരസ്പരം നശിപ്പിച്ചു. ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സ്വേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതി മേനേവ ശേഷിതഃ. അതായത് ഇപ്പോൾ യാദവന്മാരും അഹങ്കാരവും കൂടിയിട്ടും മായാമോഹിതരായിട്ടും ഈ ഭൂമിക്ക് ഭാരമായി തുടങ്ങി. അതാണ്. അപ്പോൾ ഏവം ഇപ്രകാരം സ്വേഷു കുലേഷു, തൻ്റെ കുലങ്ങൾ സർവേഷു നഷ്ടേഷു മുഴുവൻ നശിച്ചപ്പോൾ കേശവ ഭഗവാൻ അവശിഷ്ടനായി ഭൂഭാരം അവതാരിത കുറഞ്ഞതായി മേനെ വിചാരിച്ചു. ഇങ്ങനെ തൻ്റെ കുലത്തിലെ എല്ലാവരും ഇതുപോലെ നശിച്ചപ്പോൾ അല്ലെങ്കിൽ മരിച്ചു വീണു, എല്ലാവരും ഇല്ലാതെയായി. അപ്പം ഭഗവാൻ മാത്രം അവശേഷിച്ചു പറയാം, ബലരാമനും ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഭഗവാൻ, ഇനി ഇപ്പോൾ ഇവരെ കൊണ്ടുള്ള ഭൂഭാരം, ഇവർക്കും അഹങ്കാരികളും ദുഷ്ടന്മാരുമായി, അപ്പോൾ അവരെ കൊണ്ടുള്ള ഭാരം ഇപ്പോൾ ഭൂമിക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചു. അതായത് തൻ്റെ അവതാരോദ്ദേശം കഴിഞ്ഞു എന്ന് ഭഗവാൻ മനസ്സിൽ തീർച്ചയാക്കി അല്ലെങ്കിൽ വിചാരിച്ചു. ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സ്വേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതി മേനേവ ശേഷിതഃ. അതായത് ഇങ്ങനെ തൻ്റെ കുലം മുഴുവൻ നശിച്ചപ്പോൾ ബാക്കിയുള്ള ഭൂമിയുടെ ഭാരവും തീർന്നു എന്ന് ബോധ്യായി. രാമ സമുദ്രവേലായാം യോഗമാസ്ഥായ പൗരുഷം തെത്യാജ ലോകം മാനുഷ്യം സംയോജ്യ ആത്മാനമാത്മനി. പിന്നെ ബലരാമൻ എന്താ ചെയ്ത്? ബലരാമൻ സമുദ്രവേലായാം, സമുദ്രതീരത്തിൽ പൗരുഷം, അതായത് ഭഗവാനെ ധ്യാനിച്ച്, അതായത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച്, അല്ലെങ്കിൽ ആ പാലാഴിയിൽ കിടക്കണ ആ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലത്തെ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് യോഗമാസ്ഥായ, യോഗം അവലംബിച്ച്, അതായത് യോഗം
അനുഷ്ഠിച്ച്, അതായത് യോഗം കൊണ്ടാണ് ദേഹം ത്യജിക്കണത്. ആത്മനി പരമാത്മാവിൽ ആത്മാനം തൻ്റെ ആത്മാവിനെ സംയോജ്യ, പരമാത്മാവിൽ തൻ്റെ ആത്മാവിനെ ചേർത്തു. യോഗശക്തിയുണ്ട്. ആര്? ബലരാമൻ. മനുഷ്യലോകം ത്യജിച്ചു, ഭൂമി ത്യജിച്ചു എന്ന്. ഇങ്ങനെ എല്ലാവരും മരിച്ചു. അവസാനം രണ്ടാളുണ്ടായത്? യാദവന്മാരിലെ ബലരാമനും ശ്രീകൃഷ്ണനും. ബാക്കി എല്ലാവരും നശിച്ചു. അപ്പം എന്താ ചെയ്തത്? പിന്നെ ബലരാമൻ എന്താ ചെയ്തത്? ആ സമുദ്രതീരത്ത് പോയി ഇരുന്നിട്ട് ഭഗവാനെ ധ്യാനിച്ച്, പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിച്ചിട്ട് സ്വന്തം ആത്മാവിനെ ഭഗവാനിൽ ലയിപ്പിച്ച് ഈ ഭൂമി, തൻ്റെ ശരീരം ത്യജിച്ച് ഈ ഭൂമി വിട്ടു, ഭൂലോകം വിട്ടു പോയി. കാരണം ഭഗവാൻ വരുമ്പോഴേക്കും അവരെ അനന്തൻ്റെ അവതാരമല്ലേ, അനന്തൻ പാമ്പായി കിടക്കണം. ഭഗവാന്റെ മെത്തല്ലേ, ആ മെത്തയായിട്ട് കിടന്ന് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി മുമ്പ് പോയി. കാരണം അവതാരോദ്ദേശം കഴിഞ്ഞു എന്ന് മനസ്സിലായി ബലരാമന്. അപ്പം ആ സമുദ്രതീരത്ത് ചെന്ന് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ തന്നെ ഐക്യം പ്രാപിച്ച് ഈ ഭൂമി വിട്ട് പോയി. രാമസമുദ്രവേലായാം യോഗമാസ്ഥായ പൗരുഷം തെത്യാജലോകം മാനുഷ്യം സംയോജ്യ ആത്മാനമാത്മനി. 27. രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുതഃ നിഷസാദധരോപസ്ഥേ തൂഷ്ണീം ആസാദ്യ പിപ്പലം. ഭഗവാൻ നേരെ ഇതിൻ്റെ അടുത്തേക്ക് പോവും. ഏത്? ആ ആൽവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോണതാണ് അതിൽ പറയണം കേട്ടോ. ഭഗവാൻ ദേവകീസുതനായിട്ടുള്ള ഭഗവാൻ രാമനിര്യാണം ആലോക്യ, രാമൻ്റെ ശരീരത്യാഗം കണ്ടതിന് ശേഷം കണ്ടിട്ട് എന്താണ്? പിപ്പലമാസാദ്യ, അശ്വത്ഥൻ്റെ വൃക്ഷത്തിൻ്റെ സമീപം എത്തിയിട്ട് ധരോപസ്ഥെ തൂഷ്ണി നിശസാദ, എന്താണ് ആലിൻ്റെ ചോട്ടിൽ നിശബ്ദനായിട്ട്, തൂഷ്ണീം എന്ന് പറഞ്ഞു അല്ലേ, മൗനം പാലിച്ചിരുന്നു എന്ന്. ബലരാമൻ്റെ ദേഹത്യാഗം കണ്ടപ്പോൾ ഭഗവാൻ വേഗം അവിടെ അടുത്തന്നെ അധിക അകലെയല്ലാണ്ടുള്ള ഒരു ആൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് മൗനം പാലിച്ച് ഇരുന്നു എന്നാണ് പറഞ്ഞത്. രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുത നിഷസാദ ധരോപസ്ഥേ തൂഷ്ണീം ആസാദ്യ പിപ്പലം. ആ അശ്വത്ഥവൃക്ഷത്തിനെ സമീപിച്ച് അതിൻ്റെ ചോട്ടിൽ മൗനം പാലിച്ചിരുന്നു. ബിഭ്രച്ചതുർഭുജം രൂപം പ്രഭയാ സ്വയാ ദിശോ വിതിമിരാഹ കുർവൻ വിധൂമ ഇവ പാവകഃ. ഭ്രാജമാനം ചെന്താ? പ്രകാശിക്കുന്നത്. ഭ്രാജിഷ്ണു നല്ല പ്രകാശത്തോടു കൂടി ചതുർഭുജം, 4 തൃക്കൈകളായിട്ടാണ് ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയാറാവുമ്പോൾ ചതുർഭുജ വിഷ്ണുവായിട്ടിരുന്നു. നോക്കൂ, പ്രകാശിക്കുന്ന ചതുർഭുജം രൂപം, ചതുർഭുജമുള്ള രൂപം ധരിച്ചിട്ട് കൃഷ്ണനായിട്ടല്ല. ബിഭ്രത് സ്വയാ പ്രഭയാ ദിശാവിതിമിര, എന്നിട്ട് ആ സ്വരൂപം ധരിച്ച് സ്വന്തം പ്രകാശം കൊണ്ട് ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഏതുപോലെ? ദിശോ വിതിമിരാഹ, അതായത് 4 ദിക്കുകളെയും അന്ധകാരം അകറ്റിയിട്ടെന്ന്. തിമിരഞ്ച അന്ധകാരമാണ്, അതായത് അവനവൻ്റെ സ്വയം പ്രകാശം കൊണ്ട് 4 ദിക്കിലത്തെ അന്ധകാരത്തിനെ അകറ്റിയിട്ട് കുർവൻ വിധൂമ ഇവ പാവക, പുകയില്ലാത്ത അഗ്നി പോലെ ശാന്തനായിട്ടിരുന്നു എന്ന്. പുക കത്താത്ത അഗ്നി എങ്ങനെയാ ശാന്തമായിട്ടിരിക്കില്ലേ? അതിൻ്റെ ഉള്ളിൽ കണലുണ്ടാവും, പക്ഷേ പുറത്ത് കണ്ടാൽ ശാന്തമായിട്ട് കെട്ടിരിക്കില്ലേ? അതുപോലത്തെ ശാന്തനായിട്ടിരുന്നു. എന്താണ് പറഞ്ഞത്? എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ആലിൻ്റെ ചോട്ടിലിരുന്നിട്ട് കൃഷ്ണനായിട്ട് ഓടക്കോയിൽ വിളിച്ച കൃഷ്ണനായിട്ടല്ല, ചതുർഭുജ വിഷ്ണുവായിട്ട് സ്വയം പ്രകാശ സ്വരൂപനായിട്ട് താനിരിക്കുന്ന 4 പുറവും അന്ധകാരത്തെ മുഴുവൻ നീക്കി പ്രകാശമാനമാക്കിയിട്ട് പുകയില്ലാത്ത അഗ്നി പോലെ ശാന്തനായിട്ടിരുന്നു എന്നാണ് ഈ 28ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി നമുക്ക് 29 തൊട്ട് 32 വരെ ഒന്നിച്ചാണ്, 29 തൊട്ട് 35 വരെ ഒന്നിച്ച് നമുക്ക് വായിക്കാം കേട്ടോ. ആ രൂപത്തെ, ആ ഭഗവാന്റെ ആ രൂപത്തിനെ, പൂവാറാകുമ്പോഴുള്ള രൂപത്തിനെ ധ്യാനിക്കുകയാണ്. 4 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുകയാണ് വ്യാസഭഗവാൻ കേട്ടോ. ഇനിയുള്ള 4 ശ്ലോകം കൊണ്ട് ഭൂമി വിട്ടിട്ട്
അവതാരോദ്ദേശം കഴിഞ്ഞ് ഭൂമി വിട്ടു പോകാൻ പോകുന്ന ഭഗവാന്റെ വർണ്ണനാണ് അടുത്ത 4 ശ്ലോകം. ശ്രീവത്സാംഗം ഘനശ്യാമം തപ്തഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം സുന്ദരസ്മിതവക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗദൈഃ ഹാരനൂപുരമുദ്രാഭിः കൗസ്തുഭേന വിരാജിതം വനമാലാപരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധൈഃ കൃത്വാരൗ ദക്ഷിണേ പാദം ആസീനം പങ്കജാരുണം. എന്താണ് പറയണതറിയോ? ശ്രീവത്സാംഗം, ശ്രീവത്സത്താൽ ശോഭിക്കുന്ന മാറും അലങ്കരിച്ചതും, ഘനശ്യാമം എന്താ നീലമേഘശ്യാമളനും, പിന്നെയോ തപ്തഹാടക വർച്ചസം, അതായത് എന്താണ് മഞ്ഞപ്പട്ടിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനും, അതായത് ഉരുകുന്ന തീ പോലെയുള്ള മഞ്ഞപ്പട്ടിനാൽ ശോഭിക്കുന്നവനും, കൗശേയാംബരയുഗ്മേന മംഗളസ്വരൂപനും, പരിവീതം സുമംഗളം അല്ലേ, അതായത് സ്വർണ്ണ മഞ്ഞപ്പട്ടെടുത്ത് മംഗളസ്വരൂപനായിട്ട് സുന്ദരസ്മിത വക്ത്രാബ്ജം, പുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള മുഖം, താമര പോലുള്ള മുഖം, വക്ത്രാബ്ജം, നീലകുന്തളമണ്ഡിതം, നീല തലമുടി കുന്തളം കൊണ്ടലങ്കരിച്ചവനും, പിന്നെയോ പുണ്ടരീകാഭിരാമാക്ഷം, ചുമന്ന താമരപ്പൂതലിൻ്റെ ഇതള് പോലെ ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയതുമായി ശോഭിക്കുന്ന, പിന്നെയോ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ കവിളിലിങ്ങനെ തട്ടി ശോഭിക്കുന്നുണ്ട്, മകരകുണ്ടലങ്ങളും ധരിച്ച്, പിന്നെയോ കടിസൂത്രം, പൂണൂല്, പിന്നെ അരയിലത്തെ നൂല്, കിരീടം, കടകം, തോൾവളകൾ, മുത്തുമാലകൾ, ഹാരം, നൂപുരമുദ്രാഭി, ചെലമ്പ് കാലിമ്പിലത്തെ, ഇങ്ങനെ മുദ്രാഭി, കൗസ്തുഭേന വിരാജിതം, കൗസ്തുഭരത്നം, ഇതെല്ലാം അലങ്കരിക്കപ്പെട്ട് സ്വന്തം വിഷ്ണു രൂപമെടുത്തിട്ട് തൻ്റെ ആയുധങ്ങളാൽ ചുറ്റപ്പെട്ട്, മൂർത്തിമദ്ഭിർ നിജായുധൈഃ, വനമാല അണിഞ്ഞിരിക്കണു, ആയുധങ്ങളുണ്ട്, ശംഖചക്ര ഗദാ പത്മം ഉണ്ട്. എന്നിട്ട് പിന്നെയോ കൃത്വാരോ ദക്ഷിണേ പാദമാസീനം പങ്കജാരുണം, വലത്തെ തുടമേൽ ഇടത്തെ പാദം വെച്ച് ഇരിക്കുന്നതുമായ സ്വസ്വരൂപം ധരിച്ചുകൊണ്ട് അങ്ങ് ആ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. അതായത് ഭഗവാന്റെ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വലത്തെ കാലിമ്പിൽ ഇടത്തെ കാല് കയറ്റി വെച്ച് ഇരിക്കുന്ന ആ ചിത്രമാണ് ഇതിൽ പറയണത്. ഇതിലേട്ടോ എങ്ങനെ അത് ഒന്നും കൂടിയും പറയാം. എന്താണ്? സ്വയം പ്രകാശ സ്വരൂപനായിട്ട് പുകയില്ലാത്ത അഗ്നി പോലെ 4 ദിക്കുകളെയും പ്രകാശമാനമാക്കി ചതുർഭുജ രൂപം ധരിച്ച് ഭഗവാൻ ഇരുന്നരുളി. നീലമേഘത്തിൻ്റെ വർണ്ണം ഉരുക്കിയ തങ്കം പോലെ തിളങ്ങി, മഞ്ഞപ്പട്ടുടുത്ത് ശ്രീവത്സാംഗത്തോടു കൂടി മംഗളസ്വരൂപനായി മന്ദഹാസം പൊഴിച്ചുകൊണ്ട് നീലക്കാർ കുന്തലിൻ്റെ കാന്തിയാൽ ശോഭിക്കുന്നതും താമര ഇതൾ പോലെ മനോഹരങ്ങളായ നയനങ്ങളോടുകൂടിയതും പ്രകാശമാനമായ കുണ്ടലങ്ങളാൽ അലങ്കരിച്ചതുമായ ആ മുഖപത്മത്തോടു കൂടിയവനായി, അരഞ്ഞാളും പൂണൂലും കിരീടവും കടകവും അങ്കദവും ഹാരവും നൂപുരവും കൗസ്തുഭം ഇവയാൽ ഭൂഷിതനായി, വനമാല ചാർത്തിയവനായി, ആയുധങ്ങൾ കയ്യിലേന്തിയവനായി, ശംഖചക്ര ഗദാ പത്മധാരിയായി, വലതു തുടയിന്മേൽ ഇടതുകാൽ എടുത്തു വെച്ച് ആ ഭഗവാൻ ആ ആലിൻ്റെ ചോട്ടിൽ മൗനം പാലിച്ച് ഇരുന്നു. ഇനിയാണ് ഇത് എന്താ പറയുക, നമ്മൾ എത്ര നല്ലൊരു ഡിസ്ക്രിപ്ഷനാണ് ഭഗവാന്റെ അല്ലേ. അതൊന്നുകൂടി വായിക്കാം.
ശ്രീവത്സാംഗം ഘനശ്യാമം തപ്തഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം സുന്ദരസ്മിതവക്ത്രാബ്ജം. ഒരിക്കലും ആ പുഞ്ചിരി മാങ്ങിയിട്ടില്ല പൂവാറാമ്പളും. നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗദൈഃ ഹാരനൂപുരമുദ്രാഭിഃ കൗസ്തുഭേന വിരാജിതം വനമാലാപരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധൈഃ കൃത്വാരൗ ദക്ഷിണേ പാദം ആസീനം പങ്കജാരുണം. ആ ചുവന്ന ചെന്താമര പോലുള്ള പാതാരവിന്ദങ്ങളാണ് വലത്തെ തുടമയിലെ ഇടത്തെ പാതാരവിന്ദം കയറ്റി വെച്ച് ഇരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം. മുസലാവശേഷായ ഖണ്ഡകൃതേക്ഷുർലുബ്ധഗോ ജരാ മൃഗസ്യോകാരം തച്ചരണം വിവ്യാധ മൃഗശങ്കയാ. ഇനി ആ വ്യാധൻ, അതായത് ആ വേടൻ എന്താണ് ചെയ്തതെന്നാണ് ഇതിൽ പറയണത്. 33 മുസലാവശേഷായ ഖണ്ഡകൃതേഷു. ആ ഇരുമ്പൊലയ്ക്ക രാവി ഒരു കഷ്ണം ബാക്കി വന്നൂലോ, അത് ഇട്ടൂലോ സമുദ്രത്തിലേക്ക്. അത് മത്സ്യം തിന്നു. ആ മത്സ്യത്തിനെയും പിടിച്ച മുക്കുവൻ അതെടുത്തിട്ട് ഈ വേടന് കൊടുത്തൂലോ. ആ ജരാലുബ്ധക, ആ ജര എന്ന പേരോട് കൂടിയ വേടൻ മൃഗസ്യാകാരം, മാനിൻ്റെ മുഖം പോലെയുള്ള രൂപം. ഇങ്ങനെ കാലിങ്ങനെ ഇടത്തെ കാല് വളത്തെ തുടയുമ്പിൽ വെച്ചത് ഇങ്ങനെ അകലേന്ന് കണ്ടപ്പോൾ അത് മാനിൻ്റെ മുഖമാണെന്ന് വിചാരിച്ചു. അതാണ് മൃഗസ്യാകാരം, മാനിൻ്റെ മുഖം പോലെ തോന്നിയപ്പോൾ തച്ചരണം, ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മൃഗശങ്കയ, മാനാണെന്ന് വിചാരിച്ചിട്ട് വിവ്യാധ, അമ്പിനാൽ ഭേദിച്ചു. അതാണ് ഉണ്ടായത്. കാരണം ഭഗവാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അകലേന്നാണ് ഈ വേടനി. അപ്പോൾ ഈ അന്ന് ഇരുമ്പൊലയ്ക്ക് രാവിപ്പൊടിച്ച് ബാക്കി ഉണ്ടായിരുന്ന ആ അസ്ത്രത്തെ, ആ ഒരു കഷ്ണം എടുത്തിട്ട്, ആ അസ്ത്രം കയ്യിലുണ്ട്, അത് മൊനയിൽ ഘടിപ്പിച്ചതേ, ആ അമ്പിൻ്റെ മൊനയിൽ അത് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ അസ്ത്രത്തോടു കൂടിയ ജര എന്ന ആ ഒരു വേടൻ ഈ ഭഗവാന്റെ കാല് അകലെന്ന് കണ്ടപ്പോൾ ഒരു മാനിൻ്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഭഗവാന്റെ പാദപത്മത്തിലേക്ക് അത് മാനിൻ്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ അസ്ത്രത്തെ അയച്ചു. മുസലാവശേഷായ ഖണ്ഡകൃതേക്ഷുർലബ്ധഗോചര മൃഗസ്യാകാരം തച്ചരണം വിവ്യാധ മൃഗശങ്കയ. അതും ഭഗവാന്റെ സങ്കല്പം തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെ ആ ബ്രാഹ്മണ ശാപത്തിന് ഇരയായിട്ട്, ബാധകല്ലെങ്കിലും ഞാനും അങ്ങനെ തന്നെ പോണമെന്ന് ഭഗവാൻ സങ്കല്പിച്ചതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തു. ചതുർഭുജം തം പുരുഷം ദൃഷ്ട്വാ സകൃതകിൽബിഷഃ ഭീതഃ പപാത ശിരസാ പാദയോരസുരദ്വിഷ. അടുത്ത് വന്ന് നോക്കിയപ്പോഴോ ചതുർഭുജങ്ങളോടുകൂടിയ തം പുരുഷം ദൃഷ്ട്വ, ഭഗവാനെ കണ്ട് കൃതകിൽബിഷഃ, തെറ്റ് പറ്റിയില്ലോ എന്ന്, വലിയ അബദ്ധം ഞാൻ പറ്റിച്ചൂലോ എന്ന് വിചാരിച്ച് ഭീതഃ സ, പേടിച്ചരണ്ട ആ വേടൻ, അയ്യോ ഞാൻ ആരുടെ മേലേക്കാണ് അമ്പയച്ചത് എൻ്റെ ഈശ്വര എന്ന് വിചാരിച്ച് പേടിച്ചരണ്ട് പോയ ആ വേടൻ അസുരദ്വിഷ, അസുരശത്രുവായ ഭഗവാന്റെ പാദയോഹോ, പാദങ്ങളിൽ ശിരസാ പപാത, അങ്ങനെ കാൽക്കലങ്ങോട്ട് വീണു വേടൻ. എത്ര ദുഃഖം തോന്നിയിട്ടുണ്ടാവും അല്ലേ ഭഗവാനെ, എല്ലാവരുടെയും വേദന തീർക്കണം, ഭഗവാനെ വേദനിപ്പിക്കാൻ ഇടയായി എന്ന് പറഞ്ഞിട്ട് എത്ര ദുഃഖം തോന്നിയിട്ടുണ്ടാവും അല്ലേ ആ വേടന്. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, ചതുർഭാഗുവായിട്ടുള്ള എല്ലാവരുടെ രക്ഷകനായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് അയ്യോ ഞാൻ എന്ത് അപരാധമാണ് ചെയ്തതെന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് ആ ഭഗവാന്റെ ചെന്താമര പോലെയുള്ള ആ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ആര്? ഈ വേടൻ. എന്താണ് ഇത്ര ഒരു വലിയ അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയില്ലോ ഞാൻ അറിയാതെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല.
അത്ര ദുഃഖിച്ചിട്ട് അങ്ങോട്ട് കാൽക്കൽ വീണു. എന്നിട്ട് പറയണതും കൂടി ഈ വേടൻ പറയണതും കൂടി ചെയ്തിട്ട് നിർത്താം, അല്ലെങ്കിൽ നാളെ ആവാം, വേടൻ പറയണത് നാളെ ആവാം. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ ആ വേടൻ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. നമുക്കും ചതുർഭുജബാഹുവായിട്ട് സർവാലങ്കാരഭൂഷിതനായിട്ടുള്ള ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്കെല്ലാവർക്കും നമസ്കരിച്ച് ഇന്നത്തെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.